കോൺഗ്രസിന്റെ AICCയുടെ ദേശീയ വക്താവ്, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജുമായിരുന്ന രാധിക ഖേര പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും. ദേശീയ വക്താവല്ല, മീഡിയ ഇൻചാർജും അല്ല. വെറുതെ വന്ന് പറയണ്ട, ജസ്റ്റ് മീഡിയ കോർഡിനേറ്റർ ആണ് അവര്. നിങ്ങൾക്ക് ഞാൻ വാർത്ത ഞാൻ വാർത്തയാ പറയുന്നത്. തെറ്റ് വാർത്തയാ. ക്ഷമ വാർത്തയിലുള്ളതാണ് പറയുന്നത്. അവര് മീഡിയ തിരുത്തുന്നു. ഞാൻ നിങ്ങളെ ഇന്ന് തിരുത്തുന്നു. എന്റെ പാർട്ടിയിൽ ഉണ്ടായ വ്യക്തി, എനിക്കറിയാം അവരുടെ പൊസിഷൻ എന്താണ്. BJP ഇഷ്ടംപോലെ നീ BJP വാർത്തയിൽ നിൽക്കും, OP ഇന്ത്യ എടുത്തിട്ടുണ്ടാണ്. BJP RSS പറയുന്ന കാര്യമില്ല നീ പറഞ്ഞപ്പോഴും. നീ RSS അല്ലേ പേര് വിളിക്കൂ. അല്ലല്ല, ബഹുമാനത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ്. തുടർന്നോളൂ. ക്ഷമ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ക്ഷമ, അത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക ദയവ് ചെയ്ത്. നിനക്കെന്നൊക്കെയാണോ നിങ്ങൾ ഒരു ചർച്ചയിൽ വന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത്? ശ്രീ വേണു, താങ്കളുടെ അതിഥിയാണ് ഞാൻ. നിശ്ചയമായും ക്ഷമ, ഒന്ന് സഹകരിക്കുക, അത്തരം വാക്കുകൾ ഒഴിവാക്കുക. ശക്തമായ മറുപടികൾ ഉണ്ടെങ്കിൽ അത് തന്നെയാണല്ലോ അത് ആ കാര്യത്തിനകത്തുള്ള നിലപാടിന്റെ ദാർഢ്യം വ്യക്തമാകേണ്ടത്. അല്ലല്ല, നിലപാടുകളിലൂടെ നിങ്ങളുടെ ദാർഢ്യം പ്രകടമാകട്ടെ, മോശം വാക്കുകളിലൂടെ അല്ല. പണിക്കർ തുടർന്നോളൂ. ശ്രീമതി ക്ഷമ, നിങ്ങൾ കോൺഗ്രസിന്റെ വക്താവ് എന്ന രീതിയിൽ നിങ്ങൾ കോൺഗ്രസിന്റെ മൂല്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കാനായിട്ട് നിങ്ങൾ ആദ്യം മുതൽ ക്ലാസ്സിന് പോകണം. എങ്ങനെയാണ് നിങ്ങൾ ആൾക്കാരെ അഭിസംബോധന ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത് എന്ന് പഠിക്കണം. നിങ്ങൾ ആദ്യം വന്ന് പറഞ്ഞത് ഞാൻ BJPയുടെ വക്താവാണ്, നിരീക്ഷക്കാരനെന്തിനാ പറയുന്നത്? ഞാൻ പറയട്ടെ, ഞാൻ BJPക്കാരനായിട്ടാണോ അദ്ദേഹം എന്നെ വിളിച്ചത്? ശ്രീ അല്ല ക്ഷമ, നമുക്ക് ഒന്നാമത് പണിക്കരെ വ്യക്തിപരമായി കേന്ദ്രീകരിച്ചൊരു ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. ദേവിത് ക്ഷമ സഹകരിക്കുക, ആ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താതിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പണിക്കർ തുടരും. ഇവിടെ ഉയർന്ന വാദങ്ങൾക്കുള്ള മറുപടി പണിക്കർ. തീർച്ചയായിട്ടും അവർ പറഞ്ഞതിന് മറുപടി പറയേണ്ടതാണ്. അപ്പോൾ ക്ഷമ, ഞാൻ പറയുന്നത് രാധിക ഖേര പാർട്ടിയുടെ മറ്റാരോ ആണ് എന്ന് താങ്കൾ പറയുന്നു. പക്ഷെ ഞാൻ ഇവിടെ വായിച്ചത് ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അല്പം മുമ്പ് ശ്രീ വേണു തന്നെ എന്നോട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗത്തിന്റെ റെഫറൻസ് ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചിട്ടുണ്ടാകുമല്ലോ എന്നാണ് ചോദിക്കുന്നത്. അതേപോലെ നമ്മുടെ നാട്ടിലുള്ള കൊള്ളാവുന്ന മാധ്യമങ്ങൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അവര് കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജാണ് എന്നും അവർ കോൺഗ്രസിന്റെ AICC വക്താവാണ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് പറയുന്നതിൽ ക്ഷമയുടെ തിരുത്തലാണോ ഞാൻ കേൾക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്കറിയില്ല. കാരണം നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല എന്നും നിങ്ങൾ പാർട്ടിയുടെ ആരുമല്ല എന്ന് കേരളത്തിലെ KPCCയുടെ അധ്യക്ഷനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ സുധാകരേട്ടൻ പറയുന്നത് കേൾക്കാം. സുധാകരേട്ടൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരുമല്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കോൺഗ്രസിന്റെ അഭിപ്രായം കേൾക്കണ്ട. ഞാൻ സുധാകരേട്ടനെ വേണേ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം എടുത്തോ. അപ്പൊ തൽക്കാലം ഒന്ന് അടങ്ങ്. ഞാൻ പോലും സുധാകരേട്ടനെ വിളിക്കുന്നതിന് വലിയ ആളൊന്നും ആവേണ്ട കാര്യമില്ല. ശരി, നമുക്ക് കാര്യത്തിലേക്ക് വരാം. പണിക്കർ ക്ഷമ സഹകരിക്കുക. മറ്റു തർക്കങ്ങൾ ഇവിടെ വേണ്ട. ക്ഷമ മനസ്സിലാക്കൂ. മോദിയാണ് അങ്ങയുടെ പ്രതിയോഗി, പണിക്കരല്ല. പണിക്കർ പറയൂ. ഞാനൊരു ലയറാണ്, ഞാനൊരു കൊള്ളരുതാത്തവനാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങളാണ് ഒരു ചർച്ചയിൽ പറയുന്നത്. കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്യണം. അതല്ല, നിങ്ങളുടെ മൂത്ത കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇന്ത്യക്കാരെ, ഇവിടെ ഉള്ളവൻ ആഫ്രിക്കക്കാരനാണ്, മറ്റവൻ വെള്ളക്കാരനാണ്, ഇവൻ അറബിയാണ്, മറ്റവൻ വേറെയാണ്. എന്നിട്ട് അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്നത് പിന്നെ അവിടെ പ്രോട്ടോ ഓസ്ട്രേലിയൻസ് ഉണ്ട്, നെഗ്രിറ്റോസ് ഉണ്ട്, മംഗോളിയൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ രീതിയിലുള്ളതാണ്. ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ ദേവി ഇത് ക്ഷമ പണിക്കര് മറുപടി പറയട്ടെ, അല്ലെങ്കിൽ ക്ഷമയ്ക്ക് പിന്നീട് സമയം കിട്ടാതെ വരും, പിന്നെ അതിൽ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പണിക്കര് മറുപടി പറയട്ടെ. താങ്കളുടെ നേതാക്കളെ ബഹുമാനിക്കുന്ന രീതിയിൽ, താങ്കളുടെ നേതാക്കളെ സംബോധന ചെയ്യുന്ന രീതിയിൽ ചർച്ചയിൽ വരുന്ന മറ്റുള്ള ആൾക്കാരെ സംബോധന ചെയ്യാതിരിക്കും ദേവി. കാരശ്ശേരി മാഷും പ്രശാന്ത് പത്മനാഭനും ക്ഷമിക്കുക. ഇവിടെ മോശം ഒരു പ്രയോഗം ഉണ്ടായതുകൊണ്ട് ഞാൻ ശ്രീജിത്ത് പണിക്കറിലേക്ക് തന്നെ പോവുകയാണ്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ അവസരം കൊടുക്കുക എന്നാണ് അതിന്റെ ശരി. ശ്രീ പണിക്കർ, അങ്ങേക്ക് മറുപടി പറയാം, പക്ഷേ അങ്ങ് മാന്യമായി പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഞാനങ്ങനെ ഒരു ചർച്ചയിലും അങ്ങനെ മോശമായിട്ട് പെരുമാറാറില്ല. മറ്റുള്ള പാനലിസ്റ്റുകളോടാണെങ്കിലും ഇനി മൂന്നാമതൊരാളിനെ പറ്റി സംസാരിക്കുന്ന സമയത്താണെങ്കിലും മോശമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള വാക്കും ഉപയോഗിക്കാറില്ല. അതിശക്തമായിട്ട് വിമർശിക്കാറുണ്ട്, പല കാര്യങ്ങളും പറയാറുണ്ട്, ട്രോളി സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള അമാന്യമായിട്ടുള്ള ഒരു ചർച്ചയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല. എനിക്ക് പറയാനുള്ളത് ക്ഷമയോടല്ല. ക്ഷമ ഈ ചർച്ചയുടെ ആദ്യം മുതൽ തന്നെ നീ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഒരു ചർച്ചയിൽ ഒരാൾ മറ്റൊരാളിനെ അഭിസംബോധന ചെയ്യരുതാത്ത രീതിയിൽ സംസാരിക്കുകയും അത് പിന്നീട് തുടർന്ന് വന്നിട്ടാണ് തെമ്മാടി എന്നവർ പറയാനുണ്ടായ സാഹചര്യവും. എനിക്ക് ക്ഷമയോട് യാതൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് അവരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവാക്കി വെച്ചിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനോടാണ്. ശ്രീ കെ സുധാകരൻ അന്ന് പറഞ്ഞതുപോലെ ഇവരൊന്നും ആരാണ് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഇവർ തന്നെ പറയുന്നു അവർ വക്താവാണ് എന്ന്. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് പോലും അറിയില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ നിങ്ങൾ പാർട്ടിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരു ചർച്ചയിലേക്ക് അയക്കുന്നത്? ഈ രീതിയിലുള്ള പദപ്രയോഗം നടത്തുന്ന, എതിരായിട്ട് വരുന്ന പാനലിസ്റ്റുകളോട് ആശയം പറഞ്ഞ് കൈമാറ്റം ചെയ്ത് ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ അവരെ വ്യക്തിപരമായി ഇകഴ്ത്തുന്ന, അവരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന, അവരെ തെറിപ്പദങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണോ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിനെ പ്രതിനിധാനം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, സാം പിട്രോഡയുടെ പരാമർശത്തിനെ പറ്റിയോ അധീർ രഞ്ജൻ ചൗധരിയുടെ പരാമർശത്തിനെ പറ്റിയോ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞതൊരു ഫാക്ടാണ്. ഷമാ മുഹമ്മദിന് മേൽ അവരുടെ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അവർക്കെതിരെ കേസുണ്ട്.
ആ കേസുമായി ബന്ധപ്പെട്ട് അവരുമായി മൊഴിയെടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. കേസ് ചാർജ് ചെയ്തിരിക്കുന്നതിന്റെ FIR നമ്മളെല്ലാം കണ്ടതാണ്. അത് പറയുന്ന സമയത്ത് എന്നെ തെമ്മാടി എന്ന് വിളിക്കാൻ അവർക്ക് എന്താണ് അവകാശം? മറ്റുള്ള ആൾക്കാരും എതിർ രാഷ്ട്രീയക്കാരും പറയുന്ന കാര്യങ്ങളെ പറ്റി എല്ലാം പറയുകയും ചാനൽ ചർച്ചയിൽ ഒപ്പം വന്നിരിക്കുന്ന ആളിനെ തെമ്മാടി എന്ന് വിളിക്കുകയും ചെയ്തത് കോൺഗ്രസിന്റെ സംസ്കാരമാണോ, കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണോ? ഈ രീതിയിലുള്ള ഏറ്റവും മോശമായിട്ടുള്ള നാലാം കിട ഭാഷ പറയുന്ന, മറ്റുള്ള ആൾക്കാരെ യാതൊരു വിധത്തിലുള്ള ബഹുമാനവും ഇല്ലാതെ അമാന്യമായ പദങ്ങൾ മാത്രം നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ആളെ എന്തിന്റെ പേരിലാണ് കോൺഗ്രസിനെ പോലെയുള്ള ഒരു പ്രസ്ഥാനം ഇങ്ങനെ വക്തമായി വെച്ചിരിക്കുന്നത്? വേറെ ആളെ കിട്ടാഞ്ഞിട്ടാണോ? അതിമനോഹരമായി സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള, അബിൻ വർക്കിയെ പോലെയുള്ള എത്രയോ നേതാക്കന്മാർ നിങ്ങൾക്കുണ്ട്. അതിനിടയ്ക്കാണോ നിങ്ങൾ ഈ പറയുന്ന പോലെ നേരെ മലയാളം പറയാൻ അറിയാത്ത, ആ പറയുന്ന മലയാളത്തിൽ മുഴുവനും ചീത്തയും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ അഭിസംബോധന ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വിടുന്നത്? കോൺഗ്രസ് നേതൃത്വമാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഷമാ മുഹമ്മദ് അല്ല. എനിക്ക് അവർ പറയുന്നത് കേൾക്കുകയും വേണ്ട.